എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൂരിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണണേ. നമ്മുടെ വയനാട് ജില്ലയിൽ വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ്. ഇപ്പം നമ്മുടെ താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞാൽ അധികമൊന്നും വരാനില്ല, കുറച്ചേ വരാനുള്ളൂ. അപ്പോൾ ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ വന്നിട്ട് ഒരാൾക്ക് 50 രൂപയാണ്, കുട്ടികളാണെങ്കിൽ 20 രൂപ. പിന്നെ ജീപ്പ് സർവീസാണ്, നമുക്ക് താഴെ നിന്ന് മേലേക്ക് വരാനും മേലെ നിന്ന് താഴോട്ട് പോകാനും. അപ്പോൾ അതിലൊരാൾക്ക് 20 രൂപയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 40 രൂപയാവും. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതും കൂടെ എടുക്കണം. പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ടുള്ള കാഴ്ചയാണ് ഇത് മൊത്തം. ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോയത് നല്ല വെയിലുള്ളൊരു സമയത്താണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ കാറ്റുള്ളതുകൊണ്ട് ആ ഒരു ചൂട് നമുക്ക് അറിയുന്നുണ്ടായില്ല. എങ്കിലും കുട കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോകുന്നവർ കുടയും തൊപ്പിയൊക്കെ ആയിട്ട് പോവുക. അവിടെ അത് വാങ്ങിക്കാൻ കിട്ടുന്ന കടകളൊന്നുമില്ല. പിന്നെ മഴക്കാലം ആവുന്ന സമയത്ത് അവിടെ ഈ ഹോട്ടൽസ് ഒന്നും പ്രവർത്തിക്കില്ല. അതിൻ്റെ മേലെ നമുക്ക് ലഞ്ച് കഴിക്കാനൊന്നും സൗകര്യമില്ല അവിടെ. അല്ലാത്ത സമയത്തുണ്ട് തോന്നുന്നു. പിന്നെ ഈ ജ്യൂസ്, മിഠായികൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങിയിട്ടാണ് കുടിച്ചിട്ടുണ്ടായത്. പിന്നെ അവിടുന്ന് നമുക്ക് ഇതേപോലെ അവിടുത്തെ കുറേ ഐറ്റംസ്, പപ്പടം, പിന്നെ നാടനായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ, സർബത്ത് ഉണ്ടാക്കുന്നത്, പിന്നെ മുളയരി, അങ്ങനത്തെ വയനാട്ടിലെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു വീടുകൾ, കൂരകളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഓരോ കൂരേൻ്റെ ഉള്ളിലും അങ്ങനെ അവരുടേതായിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ അവരുപയോഗിച്ചിട്ടുള്ള മാലകൾ, അവർ ഇപ്പോഴും ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാല, ആഭരണങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു തുടിയൊക്കെ ഉണ്ട്. ഞങ്ങളതൊക്കെ കണ്ടു. എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അവർക്കൊരു ചെറിയ പാർക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എന്നൂരിലെ കുറേ കാഴ്ചകൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലും. അതേപോലെ തന്നെ ഷോർട്സിലൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന മാലകൾ. ഇങ്ങനത്തെ കുറേ ഐറ്റംസാണ് കേട്ടോ. മുത്തും പിന്നെ മരത്തിൻ്റെ മുത്തുകളൊക്കെ ആയിട്ടുള്ളതൊക്കെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഇങ്ങനെ ചില്ലിട്ട് വെച്ചിട്ടാണല്ലേ. പിന്നെ അവരുടെ കുറേ ഫോട്ടോസ്, പിന്നെ ഈ മുളയും കൊണ്ടുണ്ടാക്കുന്ന കുറേ മുറം, കൊട്ട, തൊട്ടിൽ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പറ, അവരുപയോഗിക്കുന്ന തരത്തിലുള്ള എല്ലാ ഐറ്റംസും അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മേൽക്കൂരയ്ക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. മുളയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ വാതിലായാലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഈ മതിലൊക്കെ ഏകദേശം ഒരു കളിമണ്ണിൻ്റെ നിറമല്ലേ, അപ്പോൾ കളിമണ്ണാണെന്ന് വിചാരിച്ചത്. പക്ഷേ കളിമണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. സിമൻ്റാണ്. സിമൻറ്റിൽ അങ്ങനെ ഒരു ആർട്ട് ചെയ്തെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കയ്യിലൊക്കെ വെച്ച് നോക്കി, മണ്ണാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും കളറാവൂലേ. പക്ഷെ സിമൻറ്റിൽ ചെയ്തിട്ട് അവർ പെയിൻ്റ് അടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെയൊക്കെ കേട്ടോ നമ്മളിങ്ങനെ നടന്ന് കണ്ടത്. കുറേ കുട്ടികൾ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഓരോ ചെറിയ കൂരേൻ്റെ ഉള്ളിൽ നിന്നും റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ. അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പാട്ട് വെക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും മെനക്കിട്ടില്ല. ഞാൻ വീഡിയോ മാത്രമാക്കി ഇങ്ങനെ പകർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ
വയനാട്ടിലേക്ക് വരാത്തതായിട്ട് അത്ര തന്നെ ആരും ഉണ്ടാവില്ല, കുറവായിരിക്കില്ലേ. അപ്പോൾ എന്നൂരിൽ പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനിതിൽ പകർത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടേതായിട്ട് അവരുപയോഗിക്കുന്നതായിട്ടുള്ള സാധനങ്ങളാണ് മുളേനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഇവിടെ ഒരു എന്താ പറയുക വീട് പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അടുപ്പ് അവർ ഉപയോഗിച്ചിരുന്നത്, അവർ എന്നല്ല നമ്മളും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അടുപ്പ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളും അങ്ങനെ തന്നെയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുപ്പൊക്കെ. പിന്നെ ഈ തൊട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു അതിശയം തോന്നി, നല്ല ഭംഗിയുണ്ട്. ഈ അടുപ്പ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പണ്ട് കാലത്തൊക്കെ. ഞാനൊക്കെ കുട്ടിയാവുന്ന സമയത്ത് ഇങ്ങനത്തെ അടുപ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് അത്ര തന്നെ ഒരു അത്ഭുതം തോന്നിയില്ല. പക്ഷേ തൊട്ടിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു സ്ഥലം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അധികം ബഹളമൊന്നുമില്ലാതെ ഞങ്ങൾ പോയ സമയമാണെങ്കിൽ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദർശകർ കുറവാണ് ഉണ്ടായേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം എല്ലായിടത്തും പോയി കാണാനും ഒക്കെ പറ്റി. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കാണാൻ പറ്റി. ആകെ സമയം പോയത് എവിടെയാണെന്നറിയോ, നമ്മൾ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയം പോയി എന്നല്ലാതെ ബാക്കിയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെയാണ് വീടുള്ളത്. നമ്മളൊക്കെ പണ്ട് ഇതേപോലത്തെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ കാലത്ത് ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു വീടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ വീട് അന്ന് ഓടിട്ട വീടായിരുന്നു. നിലം ഇതേപോലെ സിമൻ്റ് ആയിരുന്നെങ്കിൽ ഓടായിരുന്നു, ഓല ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓലയിട്ട വീട്. പിന്നെ എല്ലാവരും നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും വേസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല, അതന്നെ വലിയ കാര്യം. എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മൊത്തം മലയും പച്ചപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഈ ഒരു തുടിയുണ്ട്, അത് ഓരോ ടൈമിനനുസരിച്ചാണ്.
അവരുടെ തുടിയും എല്ലാം കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങുന്ന ഒരു സമയത്താണ് ഈ പാർക്കൊക്കെ കണ്ടത്. അത് നല്ല പാർക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി, കാരണം ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തായാലും എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ പോയി കണ്ട എല്ലാ സ്ഥലങ്ങളും. നല്ല ഭംഗിയില്ലേ? അമ്പ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവരുടേതായിട്ടുള്ള അമ്പാണ് കേട്ടോ. ഏട്ടൻ അത് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം.